മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. നടപടി മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജിയിൽ. ഷംന അശോക് വിവരങ്ങൾ നൽകും. ഷംന, എന്താണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്? ദിവ്യ, റിവിഷൻ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതിയിൽ നിന്നും സാധാരണയായി ഉണ്ടാകുന്ന നടപടിക്രമം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് എതിർകക്ഷികളായിട്ടുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. രണ്ടാം കക്ഷിയായിട്ടുള്ള പിണറായി വിജയൻ, ഒപ്പം തന്നെ ഏഴാം കക്ഷി ടി വീണ എന്നിവർക്കുൾപ്പെടെ എതിർകക്ഷികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോഴായിരിക്കും ഇവരുടെ കൂടി ഒരു വിശദീകരണം കോടതി കേൾക്കുക. മാത്യു കുഴൽനാടൻ സ്വാഭാവികമായും വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് എത്തിയതെങ്കിൽ പോലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചില രാഷ്ട്രീയ പരാമർശങ്ങൾ കൂടി കോടതിയിൽ ഉത്തരവിൽ ഉൾപ്പെടുത്തുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മാത്യുവിന്റെ ഹർജി ഉണ്ടായിരുന്നത്. ഇതിൽ കൃത്യമായി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാവുന്ന എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടും അതിനനുസരിച്ചുള്ള ഒരു നടപടി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്റെ ഹർജി ഒന്നുകൂടി പരിഗണിച്ചുകൊണ്ട് വീണ്ടും ഒരു തെളിവുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് മാത്യുവിന്റെ ഹർജി. ഇതിൽ പിണറായി വിജയനോടും ഒപ്പം തന്നെ ടി വീണയോടും ഉൾപ്പെടെയുള്ള ആളുകളോടാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. പിണറായി വിജയനും മകൾക്കും വേണ്ടി ഒരു അഭിഭാഷകനാണ് ഹാജരാകുന്നത്. CMRന് വേണ്ടി അഡ്വക്കേറ്റ് ഉദയഭാനു ഹാജരാകും. ഒപ്പം തന്നെ മറ്റ് എതിർകക്ഷികളുമുണ്ട്. അവരുടെ കൂടി വാദം കേട്ടതിന് ശേഷമായിരിക്കും ഇനി ഈ കേസിൽ കോടതി തുടർ നടപടിയിലേക്ക് കടക്കുക. ഇന്ന് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്തരിച്ച പൊതുപ്രവർത്തകൻ നൽകിയിട്ടുണ്ടായിരുന്ന ഗിരീഷ് ബാബു നൽകിയിട്ടുണ്ടായിരുന്ന ഹർജി കൂടി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. അതിൽ അഭിഭാഷകർ കോടതിയിൽ ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആ ഹർജി പ്രത്യേകം പരിഗണിക്കാനാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഗിരീഷ് ബാബു നൽകിയിട്ടുള്ള വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഗിരീഷ് ബാബു നൽകിയിട്ടുള്ള ഹർജി കോടതി ജൂലൈ 3-ാം തീയതി പരിഗണിക്കും. അന്നേ ദിവസം ആ ഹർജിയിൽ കൂടി നോട്ടീസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ ഹർജിക്കാരൻ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ആ ഹർജിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് നേരത്തെ ഗിരീഷ് ബാബുവിന് വേണ്ടി ഹാജരായിട്ടുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ആളൂർ ഇന്ന് കോടതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ കോടതി അമിക്കസ് ക്യൂറിയെ ഈ വിഷയത്തിൽ നിയമിച്ചിട്ടും ആ അമിക്കസ് ക്യൂറിയുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുകയോ ഒന്നും ചെയ്യാത്തതിനാൽ ഹർജി പിൻവലിക്കാൻ നിലവിൽ അവസരമില്ല എന്നുള്ള കാര്യം ജസ്റ്റിസ് കെ ബാബു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിക്കും മകൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ വിശദീകരണമായിരിക്കും ഇനി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അതൊരു കോടതിയിൽ നിന്നുള്ള ഒരു സ്വാഭാവിക നടപടിയായി മാത്രം കണ്ടാൽ പോരെ? അതിലപ്പുറം മുഖ്യമന്ത്രിക്കും മകൾക്കും ഇതൊരു പ്രതിസന്ധിയായി, ഒരു വെല്ലുവിളിയായൊക്കെ മാറാനിടയുണ്ടോ? സ്വാഭാവികമായും ഇതിൽ നോട്ടീസ് അയക്കുന്നതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതിൽ എന്താണ് അവർക്ക് പറയാനുള്ളത്, എതിർകക്ഷികളുടെ വാദം കേൾക്കുക എന്നുള്ളതാണ്. അത് സത്യവാങ്മൂലത്തിൻ്റെ രീതിയിലോ അല്ല അഭിഭാഷകർ നേരിട്ട് ഹാജരായി മറുപടി നൽകുകയാണ് ചെയ്യാറ്. പക്ഷേ ഇന്നും ഈ കേസ് പരിഗണിച്ച സമയത്ത് ചില രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ വിജിലൻസ് കോടതിയിൽ സർക്കാർ ഹാജരാവുകയും അതിൽ കൃത്യമായ മറുപടി നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ മാത്യു കുഴൽനാടൻ ഹർജി നൽകിയിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ എതിർകക്ഷിയായാണ് ഹർജി നൽകിയിട്ടുള്ളത്. സർക്കാരിനെ എതിർകക്ഷിയാക്കുന്നതിന് പകരം പിണറായി വിജയനെ എതിർകക്ഷിയാക്കിയാണ് ഹർജി നൽകിയിട്ടുള്ളത്. അത് നിലനിൽക്കില്ല എന്നുള്ള വാദം ഇന്നും DGP കോടതിയിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിലേക്ക് കൂടുതൽ വിശദമായ വാദം ഇനി അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോഴായിരിക്കും ഉണ്ടാവുക. ഏതായാലും പിണറായി വിജയനും ഒപ്പം തന്നെ മകൾ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്കുമാണ് കോടതി നോട്ടീസ് അയച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടം അവരുടെ വിശദീകരണം കൂടി കേൾക്കുകയായിരിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് എത്തിയിട്ടുള്ളതെങ്കിൽ പോലും കൃത്യമായി എക്സാലോജിക്കിന്റെ ഇടപാടിൽ ഉൾപ്പെടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെക്കുന്നത്. ഷംന, ഇന്നിപ്പോൾ ഹർജി പരിഗണിച്ചപ്പോൾ എന്താണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആവശ്യങ്ങൾ, നിരത്തിയ വാദങ്ങൾ? ഈ നോട്ടീസ് അയക്കുക, എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്നത് സാധാരണ നിലയിൽ ചെയ്യാറുള്ള കാര്യമല്ലേ എന്നുള്ളതാണ് മാത്യു ഇന്നും കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് അവരുടെ കൂടി ഒരു വിശദീകരണം തേടണമെന്ന് മാത്യു കുഴൽനാടൻ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കോടതി അംഗീകരിക്കുകയായിരുന്നു. നോട്ടീസ് സ്വീകരിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് ഈ കക്ഷികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അവരുടെ അഭിഭാഷകരും അറിയിക്കുകയുണ്ടായി. രണ്ട് കൂട്ടർക്കും എതിർപ്പില്ലാത്തത് കൊണ്ടാണ് അത് നോട്ടീസ് അയക്കുക. ആദ്യഘട്ടത്തിൽ തന്നെ അത് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുന്ന ഘട്ടത്തിലേക്ക് കോടതി പോയിട്ടുള്ളത്. ഇനി അടുത്ത ഘട്ടത്തിലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടന് പറയാനുള്ള കാര്യങ്ങൾ പറയുക. പക്ഷേ അന്ന് നേരത്തെ ഈ ആദ്യ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ DGP മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അതേ വാദം തന്നെയാണ് DGP ഇന്നും കോടതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ തന്നെ വിജിലൻസ് കോടതിയിൽ മറുപടി നൽകിയിട്ടുള്ളതാണ്. പക്ഷേ സർക്കാർ നൽകിയിട്ടുള്ള മറുപടി അത് കൃത്യമായി ഹർജിയിൽ മെൻഷൻ ചെയ്യുക പോലും ചെയ്യാതെയാണ് പിണറായി വിജയനെ എതിർകക്ഷിയാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇന്നും കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്.
ഏതായാലും എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുക സ്വാഭാവിക നടപടിക്രമമാണ്. അതിൽ അവരുടെ വിശദീകരണം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഈ കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്നൊരു തുടർ നടപടി ഉണ്ടാവുക.